അയ്യോ, 1 2 3 4 5 ഇത് എത്ര നോക്കൂരിത്? ശ്രദ്ധിക്കാൻ പറഞ്ഞ ഞാൻ ഒന്നും നോക്കൂല. മൂക്ക് ഇവിടെ കറുത്തൊരുമാതിരി ഇരിക്കുന്നു. എന്ത് കോലാന്തോ? എങ്ങനെ സാധിക്കില്ല പിങ്കി നിനക്ക്? എങ്ങനെ സാധിക്കുന്നു? സുന്ദരിയായ ഒരമ്മ, റഫ് ആൻഡ് ടഫാണ് കാണാനെങ്കിലും കാണാൻ ഇത്തിരി ജെന്റിൽമെന്റായ ഒരച്ഛൻ, പിന്നെ മിസ് വേൾഡിനെ പോലെ ഒരു ചേച്ചി, ഞാൻ മാത്രം ഒരുമാതിരി മത്തങ്ങയ്ക്ക് കയ്യും കാലും വച്ച ഒരു ഐറ്റം. എന്തുവാണോ ഇങ്ങനെ ചുണ്ടൊക്കെ വരണ്ട ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എന്റെ കുടുംബത്തിലെ എല്ലാരെയും കാണാൻ കൊള്ളാം. ഞാൻ മാത്രം എന്തുവാണോ അതെ, കുടുംബത്തിൽ ജനിക്കണം, കുടുംബക്കാരെ പോലെ ഇരിക്കണമെങ്കിൽ. പിന്നെ തവണ കൊടുത്ത് മേടിച്ചല്ലേ? മേടി അവിടെ കൊടുത്ത് മേടിച്ച കൊറേ ഞാൻ കേട്ടു. പിന്നെ അല്ലാതെ എന്ത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണെന്ന് നിനക്കറിയോ? ആണ് സത്യം. റിങ്കി പല പ്രാവശ്യം പറഞ്ഞോട് ചുമ്മാ ഇങ്ങനത്തെ വർത്താനം എന്റെ അടുത്ത് പറയരുത്. എടി നീ തന്നെ ആലോചിച്ച് നോക്ക്, കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്, നീ മാത്രം എന്ത് വ്യത്യാസമാണെന്ന് ആലോചിച്ച് നോക്ക്. അത് ചില കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്, ഒരാളോ രണ്ടാളൊക്കെ അങ്ങനെ വ്യത്യാസമായിട്ടൊക്കെ വരും. അങ്ങനെയാണ്. ഒന്നിച്ചിപ്പോ ഞാൻ കുടുംബത്തിലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, സത്യം. നീ ജനിച്ചപ്പോ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഉൾപ്പെടെ. എന്തോന്ന്? എന്റെ ഡൗട്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ജനിച്ച സമയത്ത് തൊട്ടടുത്ത് തന്നെ വേറൊരു ആന്റി ഉണ്ടായിരുന്നു. അവരടുത്ത് കിടന്ന കുട്ടിയുണ്ടല്ലോ, നല്ല തക്കുട് പോലെ കുടുകുടുകുടുകൂടാന്നിരുന്ന് നല്ല തുടുത്ത് വെളുത്ത അമ്മയെ പോലെ നല്ല ചുന്ദരി മണി. പക്ഷെ എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു നച്ചിലി സാധനം, ഒരു ലുക്കില്ല. എനിക്ക് തോന്നുന്നത്, എന്റെ ബലമായിട്ടുള്ള സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ മാറിപ്പോയോ എന്നാണ്. കളിച്ചു പോ. എന്ത് എനിക്കിതിനെ കാണണ്ട. സത്യടി. അന്നേ അമ്മ ഒരു ഡൗട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തൊക്കെ നല്ല ഫുഡ് കഴിക്കുമെന്നറിയോ? നല്ല കുങ്കുമപ്പൂവ്, ബദാം മിൽക്ക്, ആപ്പിൾ തന്നെയാണെങ്കിൽ ഒരു കെട്ട് കണക്കിനാണ് മാമൻ കൊണ്ടുവന്നോണ്ടിരുന്നത്. അതൊക്കെ കഴിച്ചനുസരിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിന്നെ പോലെ ഒരു കൊച്ചിനെ അല്ല എന്റെ അമ്മയ്ക്ക് കിട്ടേണ്ടത്. സത്യം, ഇത് മാറിപ്പോയത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം, ആ ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. റിങ്കി ആവശ്യമില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ അടിച്ചിട്ട് ഷേപ്പ് പറ്റില്ല കടല. അടിച്ച ഷേപ്പ് മാറ്റാൻ നീ അടിച്ചാലും ഷേപ്പ് ഒന്നും മാറാനൊന്നും പോലില്ല. ഞാൻ അത്യാവശ്യം നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. ചൊറിയണോ? ചൊറിഞ്ഞോണ്ടാടി ഇരുന്നേട്ടാ, ഞാൻ പോണ്. കുറച്ചുകൂടി ഒപ്പിച്ചോ. അമ്മ എന്തോന്ന്? അമ്മ എന്തിനാ അമ്മ എന്നെ തവണ കൊടുത്ത് മേടിച്ച? അവള് പറഞ്ഞില്ല, അമ്മ പ്രസവിച്ച് കിടന്നപ്പോഴേക്കും തൊട്ടടുത്ത് വേറെ ഒരു ആന്റി പ്രസവിച്ച് കിടക്കായിരുന്നു, അപ്പൊ 2 കുഞ്ഞും കൂടെ മാറിപ്പോയാണെന്ന്. അമ്മയുടെ കുഞ്ഞല്ലേ അമ്മ. തവിട് കൊടുത്ത് മേടിച്ചാണെങ്കിൽ നല്ല വർക്കത്തുള്ള ഒരെണ്ണത്തിന് നോക്കി തെരഞ്ഞെടുക്കൂല, ഈ സാധനത്തിന് എടുക്കുവോ ഡാമേജ് പീസിനെ? നീ പെണ്ണെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ് അവളിങ്ങനെ പറയണത്. നീ ജനിച്ച കാലത്തോട്ട് പറയാൻ തുടങ്ങിയല്ലേ? ഓരോ പ്രാവശ്യം വന്ന് ഞങ്ങൾ അവസാനം നിന്നെ കരച്ചിലും മാറ്റി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല മറ്റേ അടിച്ചു തരും. ഇവളെന്തിനാ എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയണ? ഇനി നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും വൃത്തിയുടെ കോലമെന്ന് എനിക്ക് മനസ്സിലാവണത്. ഞാൻ അതൊന്നും അല്ല പറയാന്ന്, വിഷയം മാറ്റിക്കളഞ്ഞു. എന്തോന്ന്? ഇനി വീട്ടിൽ ഒരു വക സാധനം ഇല്ല. ഉച്ചയ്ക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയില്ല. ഞാൻ വല്ല കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി തരും. ഒരു സാധനം ഇല്ല. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ വാങ്ങിച്ചോട്ട് വരത്തുമില്ല. എന്തെങ്കിലും എന്തോ ഉണ്ടാക്കി താ, എന്തെങ്കിലും തിന്നോണം. അവസാനം കണസാന്ന് പറയരുത് കേട്ടല്ലോ. ഭക്ഷണം കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം നിന്റെ സ്വഭാവം അതാണ്. അതുണ്ടാക്കിയില്ല ഇതുണ്ടാക്കിയില്ല അമ്മ ഇന്നും ഇങ്ങനെ എന്നൊന്നും പറയില്ലേ? എനിക്കറിയാം, മുൻകൂർ ജാമ്യം എടുത്തു. ആണ്, മുൻകൂർ ജാമ്യം എടുക്കണം. ഞാൻ ഇപ്പൊ വീട്ടിൽ ഒരു ഓഫീസ് പോലെ അല്ലേ, എല്ലാരും ബോധിപ്പിച്ചാലല്ലേ എനിക്കല്ലോ ജീവിക്കാൻ പറ്റും. ഈ വീട്ടിന്റെ അച്ഛൻ വിളിക്കണം. ഹലോ, ആരാ കേട്ടാ? ഒരു വക സാധനം ഇല്ല, വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെയും വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പിള്ളേർക്കൊന്നും കൊടുക്കായി. അങ്ങനെ പറഞ്ഞ എന്തോന്നാ? പെട്ടെന്ന് കയറി വരും എന്ന് പറഞ്ഞാ ഇവിടെ ഒരു വക ഇരിപ്പില്ല. ലീവ് എടുത്ത് വരുവോ? എന്നാ പെട്ടെന്ന് വന്നിട്ട് വാങ്ങിക്കണം. അല്ലാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്തൊന്നും പരിപാടി, ഇതൊക്കെ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒഴിവാക്കായിരുന്നില്ലേ? പിന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് വന്നാ പോരായിരുന്നു. അങ്ങനെയാ? ഓ ആ ആ ആ ആ ശരി ശരി ശരി. ശരി ഞാൻ പറയാം. ശരി.
എന്തുവാ ഡേ മറ്റേ ഇവളില്ലേ ഏവള് മാലു അച്ഛന്റെ കുഞ്ഞമ്മയുടെ മോള് ആ എനിക്ക് കല്യാണം കഴിഞ്ഞില്ലേ അവര്? ആ പയ്യനെയും കൊണ്ടുവരുന്നു ഭർത്താവിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു ഓ ഇപ്പഴാ ആ ശ്ശേ. അവരങ്ങ് പാറവടയിൽ അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അവിടെ ചിന്നു രാമനൊന്നും ഇല്ല. ആ. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ രവിയുടെ വീട്ടിൽ പോന്നു. ഇവിടെ അടുത്ത ആ പയ്യന്റെ മാവൻ ആരോ ഇവിടെ ഉണ്ട്, അവരുടെ വീട്ടിലും പോണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു എന്തൊക്കെയോ പറഞ്ഞു. നീ ഇവിടെ ആ, ഇവിടെ വല്ലതും ഉണ്ടാ ഇതില്? ഒരു വകയില്ല വരട്ടെ, അച്ഛൻ വന്ന ലീവ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. വീട് ഒരു കോളത്തിൽ ഞാൻ പെട്ടെന്ന് ശരിയാക്കണം. വൃത്തിയാക്കണമെന്ന് പറയില്ലല്ലോ പൊന്നമ്മ, എനിക്ക് വയ്യ. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ നിന്റെ സൗകര്യത്തിന് ഞാൻ പോയൊന്ന് ശരിയാക്കട്ടൂടെ പെട്ടെന്ന്. അവര് വരുന്ന കാര്യം റിങ്കിയുടെ അടുത്ത് പറയട്ടെ. അപ്പൊ അവൾ ഈ സെയിം കോലത്തിൽ തന്നെ കിടക്കും. ഞാൻ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കും. ആ നല്ല ഐഡിയ. മേക്കപ്പ് ഇട്ട് സൗന്ദര്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.